ഇനി നമ്മൾ വടകരയിലേക്ക് പോയാൽ അവിടെ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KK ശൈലജയ്ക്കെതിരായിട്ടുള്ള വ്യാജ പ്രചാരണത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെതിരെ കേസെടുത്തു. ലീഗ് ന്യൂ മാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂ മാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് KK ശൈലജ പറഞ്ഞുവെന്ന് മങ്ങാട് സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പിൽ അസ്ലം പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ചാനൽ അഭിമുഖത്തിൽ KK ശൈലജ പറഞ്ഞ വാക്കുകൾ എഡിറ്റ് ചെയ്ത് അസ്ലം പോസ്റ്റ് ചെയ്തതിനാണ് കേസെടുത്തത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, KK ശൈലജ ഈ കഴിഞ്ഞ ദിവസം ഈ സമൂഹ മാധ്യമങ്ങൾ വഴി നേരിടുന്ന ആക്രമണത്തെ അതിരൂക്ഷമായി അപലപിച്ചിരുന്നു. അതിന് പിന്നാലെയാണോ ഈ കേസ്? വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായിട്ടുള്ള വ്യാജ പ്രചാരണത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ന്യൂ മാഹിയിലെ പഞ്ചായത്ത് അംഗമാണ് ഇദ്ദേഹം. മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്നാണ് KK ശൈലജ പറഞ്ഞുവെന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അത് വ്യാജമായി എഡിറ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഇട്ടതാണ് ഈ കേസിലേക്ക് നയിച്ചത്. അനീഷ്, KK ശൈലജ ഉന്നയിച്ച ആരോപണം ഇത് തന്നെയായിരുന്നു. എന്താണ് ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? എൽദോ, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുമ്പോൾ രൂക്ഷമായ സൈബർ ആക്രമണമാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ ഉയരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനുമൊക്കെ അവർ പരാതി നൽകിയിട്ടുമുണ്ട്. ഇത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മുസ്ലിം ലീഗ് ന്യൂ മാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂ മാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂ മാഹി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് KK ശൈലജ പറഞ്ഞുവെന്നാണ് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അസ്ലം പോസ്റ്റ് ചെയ്ത് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതെന്നാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR പറയുന്നത്. ഒരു ചാനൽ അഭിമുഖത്തിൽ KK ശൈലജ പറഞ്ഞ വാക്കുകളാണ് എഡിറ്റ് ചെയ്ത് ഇത്തരത്തിൽ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന തരത്തിലേക്ക് പ്രചരണം നടത്തിയത്. ഒപ്പം വിവിധ രീതിയിലുള്ള മറ്റു പ്രചരണവും ശൈലജയ്ക്കെതിരെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മുസ്ലിം മത നേതാക്കൾ, കാന്തപുരത്തെ പോലുള്ള ആളുകൾ ശൈലജയെ തള്ളിപ്പറയുന്നു എന്ന തരത്തിലും മറ്റുമൊക്കെ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒപ്പം ഈ ശൈലജ പലയിടങ്ങളിലായി നടത്തിയ പ്രസംഗങ്ങൾ വെട്ടിച്ചേർത്ത് പലയിടങ്ങളിൽ നിന്നും വെട്ടിച്ചേർക്കുകയും ചില ഭാഗങ്ങൾ ഒഴിവാക്കിയും ഒക്കെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. ഏതായാലും ഈ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനടക്കം ഇത്തരം ഈ സൈബർ ആക്രമണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വ്യാജ പ്രചാരണങ്ങളെ കുറിച്ച് അറിയാം. എന്നിട്ടും അണികളെ തടയുന്നില്ല. UDFന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും FB പേജുകളിലുമൊക്കെയാണ് ഇത്തരത്തിലെ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതെന്നുമാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്ത് കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എൽദോ, അനീഷ്, അതായത് കൂടുതൽ പേരെ ഉൾപ്പെടും അല്ലെങ്കിൽ ഈ കേസിൽ കൂടുതൽ പേരെ പിടിയിലാകാനുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കുണ്ടോ? അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു സൈബർ ആക്രമണം മാത്രമല്ലല്ലോ KK ശൈലജ പരസ്യമായി പ്രതികരിച്ചതും അപലപിച്ചതും. അപ്പോൾ കൂടുതൽ ആളുകൾ വീണ്ടും കേസിലേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കൂടുതൽ ആളുകൾ ഉണ്ടാവുമെന്നാണ് കരുതേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ KK ശൈലജയ്ക്കെതിരെ രൂക്ഷമായ ആക്രമണം ഒരു വശത്ത് ഒന്ന് നടന്നിരുന്നു. പ്രത്യേകിച്ചും അവർ ചില പ്രസംഗങ്ങൾ നടത്തിയതൊക്കെ അടർത്തിയെടുത്ത് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന രീതിയിലൊക്കെ ഉള്ള പ്രചാരണം നടത്തിയിരുന്നു. ഒപ്പം മറ്റ് മുഖ്യമന്ത്രിയുമായി ചേർത്തുമൊക്കെ വെച്ച് ചില വീഡിയോകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ പലപ്പോഴും UDFന്റെ അറിയപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകൾ വഴിയാണ്. പ്രത്യേകിച്ചും വടകര KL18 എന്ന പേരുള്ള UDFന്റെ ഒരു പേജിലുമൊക്കെയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വന്നിരുന്നതെന്നാണ് ശൈലജയും LDFും ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങൾ അറിയുന്നെങ്കിലും അത് സംബന്ധിച്ച യാതൊരു തിരുത്തലിനും തയ്യാറാവുന്നില്ല. ഒപ്പം കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് പരക്കുന്നതിനുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കമാണ് പല UDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോ സംഭവങ്ങളെ പറ്റിയും പ്രത്യേകം അവർ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പോലീസ് നൽകിയ പരാതിയിലും ഓരോ സംഭവങ്ങളും പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇക്കാര്യങ്ങളിലൊക്കെ പോലീസ് ഒരു അന്വേഷണം നടത്തും. ഇവർക്കെതിരെ കേസെടുത്തേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ പ്രചാരണം എത്തി നിൽക്കെ ഇത്തരത്തിലെ പ്രചാരണങ്ങൾ ഈ അണികൾക്കിടയിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അത്തരം ഇടങ്ങളിൽ കൂടുതൽ പ്രചാരത്തിലാവുകയും അത് വോട്ടിനെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്യും എന്ന ഒരു ആശങ്ക LDFിനുണ്ട്. കാരണം ലവ് ജിഹാദ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് KK ശൈലജ എന്നൊക്കെ പറയുന്നത്
വളരെ ദോഷകരമായി ബാധിക്കും. കാരണം എല്ലാവരിലേക്കും ഇത് ഇങ്ങനൊരു പ്രസംഗം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു അഭിമുഖം നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും മറ്റു പേജുകളിലേക്കുമാണ് പകർത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പലപ്പോഴും ജനങ്ങൾക്ക് കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രശ്നവുമില്ല. ഈ നുണപ്രചാരണങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പ്രചാരണങ്ങളെ എങ്ങനെ മുന്നണികൾ നേരിടും എന്നതും ഒരു വലിയ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വടകരയിൽ കെ ശൈലജ നേരിടുന്നത്. ഇത്തരം പലതരത്തിലുള്ള പ്രസ്താവനകളാണ് ശൈലജയുടെ പേരിൽ എഡിറ്റ് ചെയ്തും അല്ലെങ്കിൽ തെറ്റായ രീതിയിലുമൊക്കെ പലയിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്തോ അനീഷ്, നമുക്കറിയാം ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. കെ ശൈലജ, ഷാഫി പറമ്പിൽ ഇരുവരും സ്ഥാനാർത്ഥിത്വം ആയതോടുകൂടി ആകാംക്ഷ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വടകരയിലേത് എന്നുള്ളത് നമുക്കറിയാം. ഈ പറയുന്ന പ്രീ പോൾ സർവേകളിലെല്ലാം വലിയ ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളൊരു വിശേഷണമുണ്ട് മണ്ഡലത്തിന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ കെ ശൈലജയുടെ ഈ പരാമർശം, അവർക്കെതിരായിട്ടുള്ള ഈ സൈബർ ആക്രമണം, ഇത് പൊതു സമൂഹത്തിൽ ഇത്രമാത്രം ചർച്ചയായ ഒരു സാഹചര്യമുണ്ടല്ലോ. അവിടെ ഈ UDF ഒരു പ്രതികരണം എത്തരത്തിലാണ്? വളരെ കരുതലോടെ മാത്രമല്ലേ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയൂ? പ്രത്യേകിച്ചും UDF അവിടെ ഒരു പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഒരു മുസ്ലിം ലീഗ് നേതാവ് ആണ് പിടിയിലായത്. തീർച്ചയായും കരുതലോടുകൂടിയാണ് പ്രതികരിക്കുന്നത്. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ കെ ശൈലജ ഇത്തരത്തിൽ സൈബർ ആക്രമണ പരാതികൾ ഉന്നയിച്ചപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞത് സൈബർ ആക്രമണത്തിനൊക്കെ ഏറെ വിധേയരായ ആളുകളാണ്, ഞങ്ങളോട് അതുകൊണ്ട് സൈബർ ആക്രമണത്തെ കുറിച്ച് പറയേണ്ടതില്ല എന്നാണ്. ഇത്തരം കാര്യങ്ങളെ ഒന്നും, വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. അല്ലെങ്കിൽ വ്യക്തിപരമായി താൻ ഇത്തരം അധിക്ഷേപങ്ങളോടൊന്നും യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഷാഫി പറമ്പിൽ ഒരു വശത്ത് ഇത് പറയുമ്പോഴും മറുവശത്ത് അദ്ദേഹത്തിന്റെ അണികളെ നിയന്ത്രിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് LDF ക്യാമ്പിന്റെ പരാതി. കാരണം ഈ സംസ്ഥാന തലത്തിലെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ ഷാഫിയുടെ പ്രചരണം ഏകോപിപ്പിക്കുന്നതിനായി വടകരയിലുണ്ട്. അവരൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം നടത്തുന്നത് എന്നാണ് നേരത്തെ വാർത്താ സമ്മേളനം നടത്തി പോലും LDF ആരോപിച്ചത്. ഇതിനുശേഷവും വീണ്ടും കൂടുതൽ വ്യാപ്തിയോടുകൂടി ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നതാണ് LDFനെ ആശയക്കുഴപ്പത്തിലാവുന്നത്. പ്രത്യേകിച്ചും ഈ മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല വേരോട്ടമുള്ള ഏതാണ്ട് 40% മുസ്ലിം വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് വടകര. അവിടെ ഇത്തരത്തിൽ ഈ ശൈലജ ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ്, അല്ലെങ്കിൽ ലവ് ജിഹാദ് ഉണ്ട്, ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വോട്ട് പാറ്റേണിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നാണ് LDFന്റെ ആശങ്ക. പ്രത്യേകിച്ചും ഈ പല വാർത്തകളും വെരിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ആളുകൾക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും സ്ക്രീൻഷോട്ടുകളാണ്, നമ്മുടെയും ഒക്കെ സ്ക്രീൻഷോട്ടുകളിലായി പലപ്പോഴും പല വ്യാജ വാർത്തകളും പുറപ്പെടുകയും ചാനലുകളൊക്കെ അല്ലെങ്കിൽ പത്രങ്ങൾ, ഓൺലൈൻ പേജുകളൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. വടകരയിലും സമാനമായ സ്ഥിതി തന്നെ ഉണ്ടായിട്ടുണ്ട്. 2-3 ചാനലുകളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും പേരുകളിൽ വ്യാജ വാർത്ത വരികയും അതത് ചാനലുകളോ ഓൺലൈൻ പേജുകളോ ഈ വാർത്ത വ്യാജമാണ്, തങ്ങൾ ഇത്തരമൊരു വാർത്ത നൽകിയിട്ടില്ല എന്ന് അവർ തന്നെ പരസ്യമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സത്യമേത് മിഥ്യേത് എന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്ന സാഹചര്യമുണ്ട്. അത് സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ ബാധിക്കും. നേരത്തെ തന്നെ ഇത്തരം ആശങ്കകൾ ഉയർന്നതാണ്. നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് പോലും ഈ മോദിയോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് അറിയിച്ചിരുന്നതാണ് ചൈന പോലുള്ള രാജ്യങ്ങൾ ഇത്തവണ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുമെന്ന ചില നിർദ്ദേശങ്ങൾ പോലും, അത്തരത്തിൽ ചർച്ചകൾ പോലും ആദ്യഘട്ടത്തിൽ ഉയർന്നതാണ്. ഇതിനു കൂടെ ചേർത്ത് വേണം ഇത്തരം ഈ സൈബർ ആക്രമണങ്ങളെ കൂട്ടി വായിക്കാൻ. കാരണം ഒരു വ്യക്തിയുടെ പേരിൽ മറ്റൊരാൾ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി പറയാത്ത കാര്യങ്ങൾ ഒരു സ്ക്രീൻഷോട്ടായി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയായി പ്രചരിക്കപ്പെടുമ്പോൾ എത്ര ആളുകൾക്ക് അതിന്റെ നിജസ്ഥിതി അറിയാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, എത്ര ഇടത്തേക്ക് ഇതിന്റെ കാര്യങ്ങൾ എത്താൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമായി വടകരയിൽ CPM എതിർത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥി തന്നെ കെ ശൈലജ ടീച്ചർ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു വനിതാ രാഷ്ട്രീയ പ്രവർത്തകയിൽ ഒരാളാണ് ശൈലജ ടീച്ചർ. നിയമസഭയിലും മറ്റുമൊക്കെ വനിതകൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നതൊക്കെ അങ്ങേയറ്റം വൈറലായി മാറിയ ഒരു കാര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിനെ കാണാൻ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വടകരയിലെ ലോക്സഭാ മണ്ഡലം, അവിടെ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ ഇപ്പോൾ ന്യൂമഹയിലെ ലീഗ് നേതാവിനെയാണ് ഇപ്പോൾ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്.
ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇയാൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയത്. എന്നാലും ഇതിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ കെ ശൈലജ കൂടുതൽ ഇത്രയും രൂക്ഷമായിട്ടുള്ളൊരു സൈബർ ആക്രമണം ഞാൻ നേരിട്ടിട്ടില്ല ഒരിക്കൽ പോലും എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് പൊതു സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വടകരയിലേക്ക് നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ശ്രദ്ധ വരുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇന്ന് കൂടുതൽ UDF നേതാക്കളൊക്കെ അവിടെ എത്തുന്നുണ്ട്. ഇനി ഉമാ തോമസ് ഇന്ന് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീ എന്ന നിലയിൽ കെ ശൈലജ പറഞ്ഞതിനോട് എങ്ങനെയൊക്കെ ഇവർ പ്രതികരിക്കും? കെ രമ ഇന്ന് വടകരയിൽ സജീവമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതൊക്കെ ഉറ്റുനോക്കണം. വരും സമയങ്ങളിൽ, വരും മണിക്കൂറുകളിൽ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 10 മണിക്ക് ന്യൂസ് ട്രെൻഡ്സും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വീണ്ടും എത്തുകയും ചെയ്യാം.